ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾ മറ്റു പലതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. അടുത്ത പ്രവേശന നടപടികൾ തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ അലോട്ട്മെന്റ് പ്രൊസീജിയറും എന്തൊക്കെയാണ് എങ്കിലും നിങ്ങൾ ഈ കാണുന്നത് SSLC ഇപ്പോൾ കഴിഞ്ഞ ഒരു A+, 2 A+, ജസ്റ്റ് പാസ് ആയവരുൾപ്പെടെ അല്ലെങ്കിൽ ഫുൾ A+ സ്റ്റുഡൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളോ അധ്യാപകരോ ആണെങ്കിലും മുഴുവനായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കോളർഷിപ്പുകൾ, SSLC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പുകൾ. അപ്പോൾ അതിന്റെ ഡേറ്റ് എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ മെയ് മാസം അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യ ഒക്കെ പല പോർട്ടലുകളും ഓപ്പൺ ആകും. അത് ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പുകളും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് അറിഞ്ഞുകൂടാ എന്ന രീതിയിൽ അല്ലെങ്കിൽ ആരും പറഞ്ഞില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റാതെ പോകരുത്. അതിൽ നിന്നുള്ള സഹായം ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതായിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പ് 10 സ്കോളർഷിപ്പുകളാണ്. അപ്പോൾ ഇതിൽ ചിലത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ലിങ്കുകളും ഇനി അങ്ങോട്ടുള്ള ഇതിന്റെ അപ്ഡേറ്റുകളും ഡേറ്റുകളും ക്രൈറ്റീരിയകളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മറക്കണ്ട. SSLC കഴിഞ്ഞവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. നിങ്ങളുടെ പാരൻസിനെ ഒക്കെ +1 +2 പഠിക്കുമ്പോൾ സഹായിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരവും കൂടിയാണ്. നിങ്ങൾക്ക് ഫുൾ A+ തന്നെ വേണമെന്നില്ല ഈ പല സ്കോളർഷിപ്പുകൾക്കും അപ്ലൈ ചെയ്യുന്നതിനും. സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് തന്നെയാണ്. അതിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടണം. ഹയർ സെക്കൻഡറി, VHSC അല്ലെങ്കിൽ പോളിടെക്നിക് പഠനത്തിനൊക്കെ പോകുന്നവർക്ക് ഈ പറയുന്ന DMS ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് അപേക്ഷിക്കാം. അത് നിങ്ങൾ അടുത്തൊരു സ്ഥാപനത്തിൽ ചെന്ന് ചേർന്നിട്ട് അതിന്റെ ഓഫീസ് വഴിയാണ് സാധാരണ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് തുടങ്ങുന്നത്. മറ്റൊന്ന് വിദ്യാധൻ സ്കോളർഷിപ്പാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതായത് വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഈ പറയുന്ന കുടുംബങ്ങളിലെ മെറിറ്റ് വിദ്യാർത്ഥികൾക്ക് SSLCയിൽ നല്ല പെർസെൻറ്റേജ് മാർക്കൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് കിട്ടുന്ന സ്കോളർഷിപ്പാണ്. ഇനി വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്. ഇത് 10 കഴിഞ്ഞ് പോളിടെക്നിക്കിന് ഒരു അഡ്മിഷൻ ആ ഒരു വിൻഡോ ഉണ്ട്. അതുവഴി പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പാണ്. പ്രത്യേകിച്ച് BPL വിദ്യാർത്ഥികൾക്കൊക്കെ പ്രയോജനകരമാകുന്നതാണ്. ഇനി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, അതായത് SSLCയിൽ ഉയർന്ന മാർക്ക് നേടിയ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക്. ഇനി അടുത്ത് നോക്കുക, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. ഇത് മുസ്ലിം, ലത്തീൻ കത്തോലിക്ക, അതുപോലെ തന്നെ കൺവേർട്ടഡ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്കായിട്ട് SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്കായിട്ടുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു സ്കോളർഷിപ്പാണ്. ദെൻ മദർ തെരേസ സ്കോളർഷിപ്പ്. ഇതും ഈ പറയുന്ന 10 കഴിഞ്ഞ കുട്ടികൾക്കും ഇപ്പോൾ പുതിയ സ്കീം അനുസരിച്ച് അവർ മാറ്റിയിട്ടുണ്ട്, അപേക്ഷിക്കാൻ പറ്റും. അതിന്റെ ആപ്ലിക്കേഷനും ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ +1 അഡ്മിഷൻ സമയത്ത് തന്നെ ഓപ്പൺ ആകും. ദെൻ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്കോളർഷിപ്പ്. അത് ഈ പറയുന്ന പോലെ +2 കഴിഞ്ഞവർക്കാണ്. പക്ഷേ 10 കഴിഞ്ഞവർക്കും ഇതിന്റെ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ഇപ്പോൾ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെയും ഡീറ്റെയിൽസ് ഞാൻ ഈ പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പാണ്. നിങ്ങൾക്കറിയാം, SC, ST, OBC മൈനോറിറ്റി സ്റ്റുഡൻസിന് SSLC കഴിഞ്ഞ് +1 ITI, പോളിടെക്നിക്, ഡിപ്ലോമ ഒക്കെ പഠിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. ദെൻ സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ്. BPL കുടുംബങ്ങളിലെ മെറിറ്റ് സ്റ്റുഡൻസിന് ഹയർ സെക്കൻഡറി സ്റ്റേജിൽ നൽകുന്ന മറ്റൊരു സ്കോളർഷിപ്പാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത മറ്റൊരു സ്കോളർഷിപ്പ് ഉണ്ട്. SSLC കഴിഞ്ഞ് +1 +2 പോകുമ്പോൾ ഹിന്ദി ഈ പറയുന്ന ലാംഗ്വേജായി മെയിൻ ലാംഗ്വേജായി എടുക്കുന്ന സെക്കൻഡ് ലാംഗ്വേജായി എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹിന്ദി സ്കോളർഷിപ്പ് കേരള ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ഇത് കൂടാതെ LIC, SBI, അതുപോലാഞ്ഞിട്ട് HDFC പരിവർത്തന സ്കോളർഷിപ്പ്, ഈ രീതിയിൽ പലതരത്തിലുള്ള ബാങ്കുകളും NGOകളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഈ SSLC സ്റ്റുഡൻസിന് ഇനിയുള്ള ഉപരിപഠനത്തിന് വേണ്ടിയുള്ള നിരവധി സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തരുന്ന ഉറപ്പാണ്, എല്ലാ ഡീറ്റെയിൽസും വരുന്ന ഡേറ്റിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.